ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു മേക്കപ്പുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗായ്സ്, ഇന്ന് എന്നെ അവൾ മേക്കപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അവളുടെ മേക്കപ്പ് എന്ന് കേട്ടോ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. അയ്യോ അയ്യോ, എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശ വെട്ടി കളിക്കാ. കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും. തുണി മാറട്ടെ. അല്ലല്ല, അതെ, ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. നോക്കണം പണ്ടാറ് ഇരുമ്പുണ്ടാക്കി. ശക്തിക്ക് കണ്ടേ പോയാ. ഇനിയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇടലി. അതോട് മാറ്റി പിടിപ്പിച്ചു. ആഹാ, മുടുക്കനായിപ്പ. സൂക്ഷിച്ച്. ഇതേതാ? ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ, അമ്മാവന്റെ മോനാ, കല്യാണച്ചക്കനാ. എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. മൊത്തം പുറത്തെടുക്കാൻ നന്നായി. വലിയ വിചാരിച്ച ഇവിടെ എന്താ നടക്കാത്തത്? ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാതെ ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടത്തെ ആണുങ്ങൾക്കൊക്കെ പൊക്കം കുറഞ്ഞത് വളരെ നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സൂഹിക്കാൻ പറ്റുമോ? മഹാരാജാവ് ഇത് തന്നെയാ പറയുന്നത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തോന്ന്? അല്ല, സ്വന്തമായി 2 പട്ടമഹർഷിമാരുണ്ടായിരുന്നിട്ടും മഹാരാജാവിന്റെ കണ്ണ് ഈ തോഴിയിലാണെന്ന്. ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവും ഇട്ടുണ്ണാനെ. ആയേക്കും, മിക്കവാറും മഹാറാണിമാരെ അറിഞ്ഞാല്. പിന്നെ ഈ കല്യാണ നിശ്ചയം നടക്കുന്ന വേദിയിലെങ്ങും ചെന്ന് നിന്ന് കളഞ്ഞേക്കരുത്. എന്താ? അതേ, ചിലപ്പോ രാജകുമാരിമാര് തഴഞ്ഞ് ഈ തോഴിയെ കൊണ്ടങ്ങ് മുങ്ങും. മേക്കപ്പ് ചെയ്യുന്നില്ലേ? മേക്കപ്പ് വേണോ? മുഖത്തെ വൃത്തിയുടെ കുറച്ച് മാറി കിട്ടും. താങ്ക്സ്. ഓ, ഇയാളെ താങ്ക്സ് ഇട്ടിട്ട് എനിക്കൊരു കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ചെടുത്തോളൂ. അല്ല സാറേ, മേക്കപ്പ് എവിടെയാണ്? അല്ല, മേക്കപ്പ് റൂം. ഉള്ളത് പറയാലോ. പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? MD മരിച്ചു. ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോകാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുന്റെ അടുത്ത കളി. ഞാൻ തന്നെയാ മേക്കപ്പാ. വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം, എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു കിട്ടും. ഇന്ന് ഞാൻ കൃത്രിമ മുടി
ഇങ്ങനെ ഫിറ്റ് ചെയ്തു, കണ്ണെഴുതി, വാലിട്ട് കണ്ണെഴുതി, പൊട്ട് തൊട്ടു, കുത്തിവെച്ച്, താടിയിൽ ചായം തേച്ച്, ചുണ്ടില് കമ്മൽ. സ്വല്പം വെടിപ്പും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ഈ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി വെക്കണം. അത് മാത്രം എന്നോട് പറയരുത്. അതെന്താ? മുടി ഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യരുണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ച് തേച്ചതാണ്. അതിനുശേഷമാണ് ഇതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത്. ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നിനക്കറിയോ, ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല സുന്ദരക്കുട്ടപ്പനായിട്ട് കഴിയുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കുന്ന ഞാനില്ലേ, അത് ഞാനല്ല. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല.